ഹായ് ഗൈസ്, ആരും എന്നെ കണ്ട് പേടിക്കണ്ട. കാരണം അത് ഓട്ടോയിൽ പോകുമ്പോൾ ഉള്ള കലാവിരുതാണ്. എനിക്കറിയാം എല്ലാ കുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ ഫ്രഷപ്പ് ആയ സമയത്ത് മുടി ഉണങ്ങിയില്ല, കേർലി ഹെയർ പ്രോബ്ലംസ്, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. വന്നപ്പോൾ തന്നെ നമ്മൾ സ്ക്രിപ്റ്റും പിന്നെ നമ്മൾ ആഡും കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഹാപ്പി ന്യൂസ് ഞാൻ അറിയുന്നത്. എനിക്കിന്ന് ഉച്ചവരെ ഓഫീസുള്ളൂ. സോ ഉച്ചവരെ ഓഫീസായതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ടായിരിക്കും ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ. സോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കാര്യം വാങ്ങിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്പെഷ്യൽ ഷവായ മന്തി. സോ ഞാൻ കുറേ ദിവസമായി കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ വിചാരിച്ചു വീട്ടിൽ പോവുകയല്ലേ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ഞാൻ വെച്ചൊരു ഷവായ മന്തി അങ്ങ് ഓർഡർ ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് മന്തി ഇഷ്ടമില്ല, ഷവായിയാണോ അൽഫാമാണോ? ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഷവായിയാണ് കേട്ടോ. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ നമ്മുടെ എവിടെ പോയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബുർജൽ മന്തിയിൽ പോയപ്പോൾ ഞാൻ ജെല്ലിക്കെട്ട് മന്തി കഴിച്ചത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത് നോർമലായിട്ടുള്ള ഷവായി മന്തിയാണ്. നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത് ഐ തിങ്ക് വഴുതക്കാടും ഇതിൻ്റെ വേറൊരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട്, പട്ട ഇവിടെയാണ്. പക്ഷേ എനിക്ക് ഇവരുടെ ബിരിയാണി ബിരിയാണി അല്ല, മന്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ അധികം കൊറിയാണ്ടർ ഇതിനകത്ത് ഇടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, അത് മാത്രമേ എനിക്കിഷ്ടമല്ലാതെ ഉള്ളൂ. പിന്നെ ഷവായിയൊക്കെ നല്ല ടെൻഡർ ഷവായി ആയിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് മയണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ മയണൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കോഴ്സ് ഇതിൻ്റെ റെസിപ്പി ഇടാം. പിന്നെ ടൊമാറ്റോ ചട്നിയും ഉണ്ടായിരുന്നു. ഞാൻ ടൊമാറ്റോ ചട്നി വീട്ടിലുണ്ടാക്കാറുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള ടൈം സത്യം പറഞ്ഞാൽ മൂഡ് വന്നില്ല. സോ ഇതാണ് നമ്മുടെ മയണൈസ് ആൻഡ് നമ്മുടെ മന്തി. സോ നമ്മളിന്ന് കുറച്ച് ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ മെയിൻലി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് വെച്ച് തന്നെയാണ്. പിന്നെ ഇത് കളർ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തായിരുന്നു. സോ അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ എഗ്ഗ്, ഗാർലിക്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നമ്മളിത് കഴിച്ചു ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ഗൈസ്.